അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളായ കൂട്ടുകാരെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ നമുക്കും നമ്മുടെ ഉമ്മത്തിനും ഉപകാരമുള്ള ഒരു പ്രവർത്തനമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മളും വിദേശികളുമൊക്കെ അല്ലെങ്കിൽ യൂറോപ്യരുമൊക്കെ തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. പ്രകടനപരമായ വ്യക്തിത്വ വികാസം അല്ലെങ്കിൽ അവരിലുള്ള കഴിവുകളെ പരമാവധി ഊർജസ്വലമാക്കുക എന്നത് യൂറോപ്യരുടെ പ്രത്യേകതയായി അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു ഭാഗമായി നമുക്ക് കാണാൻ പറ്റും. നമുക്കിടയില് ഒരിക്കൽ നമ്മളെല്ലാവരും കൂടി ചേർന്നപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെങ്കിലും പങ്കുവെച്ച ഒരു ആശങ്കയുണ്ട്. നമ്മൾ നല്ല ക്വാളിഫൈഡ് ആണ്, സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്, വർക്കുകൾ ചെയ്യാൻ നമുക്കറിയാം, എങ്കിലും മറ്റുള്ളവർക്കിടയിൽ നാം ഒരു ചെറിയ ആളുകളായി മാറുന്നുണ്ടോ എന്നൊരു വേവലാതി നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കുമുണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്, നമുക്ക് ജോലി ചെയ്യാൻ അറിയാം, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അവരെക്കാൾ കൂടുതൽ നമുക്കറിയാം. പക്ഷെ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചോദ്യമായി അല്ലെങ്കിൽ ഒരു ആശങ്കയായി അവശേഷിക്കുന്നത് നമ്മൾ അവരെക്കാൾ പോരല്ലോ എന്നൊരു തോന്നൽ പല ആളുകൾക്കും ഇടയിലുണ്ട്. ഇത് നമുക്കിടയിൽ തന്നെ ഉണ്ടായ ഓരോ ചർച്ചക്കിടയിൽ പല ആളുകളും പങ്കുവെച്ച ആശങ്കകളാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്ന് നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തിയില്ല എന്നതാണ് പ്രധാനം. എന്താവട്ടെ, നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് ഇടയിലുള്ള നമ്മുടെ പോസിറ്റിവിറ്റി എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഡീമെറിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അയവിറക്കുന്നത്, ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹ. നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിഞ്ഞാൽ അത് ശരിക്കും അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിന് തുല്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും ശക്തനായ ഒരു മുസ്ലിമിനെയാണ്, ഒരു മുഅ്മിനിനെയാണ് ബലഹീനനായ ഒരാളേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം. ശക്തി എന്ന് പറയുന്നത് ആരോഗ്യം കൊണ്ട് മാത്രമാവണമെന്നില്ല, മാനസികമായ ഒരാളുടെ ശക്തിയാണ് പ്രധാനം. ആരോഗ്യപരമായ ശക്തിയേക്കാൾ മനുഷ്യന്റെ മാനസികമായ ശക്തിയാണ് പ്രധാനം. അങ്ങനെ ശക്തിയുള്ള ഒരാളാണ് ശക്തിയില്ലാത്ത ഒരാളേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ മാനസികമായ ശക്തി ആർജിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്നിടത്താണ് അള്ളാഹുവിനെ തിരിച്ചറിയുന്നത്. അങ്ങനെ ആലോചിക്കുന്നിടത്താണ് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ രൂപം മാറുമ്പോഴാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകളായി നമ്മൾ തീരുന്നത്. സത്യത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റുകൾ, മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നതാണ്. നമ്മുടെ ജോലിയാണെങ്കിലും, നമ്മുടെ വ്യക്തിത്വ വികാസമാണെങ്കിലും, നമ്മുടെ ഇടപെടലുകളാണെങ്കിലും, നമ്മുടെ സംസാരമാണെങ്കിലും, നമ്മുടെ പെരുമാറ്റമാണെങ്കിലും മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന ലെവലിലേക്ക് നമ്മൾ മാറുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം സെൽഫ് എസ്റ്റീം എന്നാണ്. നമുക്ക് നമ്മെ തിരിച്ചറിയാം. എന്തായിരിക്കും സെൽഫ് എസ്റ്റീം? അതിൽ നമുക്ക് പ്രമുഖനായ ഒരു അമേരിക്കൻ ചിന്തകനും അവിടുത്തെ ഇന്ന് കാണുന്ന അമേരിക്കയുടെ ഭൗതികമായ ഒരു വികാസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരാൾ കൂടിയാണ്
നമ്മുടെ ടോറിയോ, ഹെൻറി ഡേവിഡ് ടോറിയോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ, അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം തന്നെ നമുക്ക് എടുക്കാം. വാട്ട് എ മാൻ തിങ്സ് ഓഫ് ഹിംസെൽഫ്. അതായത് ഇദ്ദേഹം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഇദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ അമേരിക്കൻ സാഹിത്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആണ് ഈ സെൽഫ് എസ്റ്റീമിനൊക്കെ അവർ കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, യൂറോപ്യൻ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രമുഖമായ ഘടകം തന്നെ ഇത്തരത്തിലുള്ള ഫാക്ടറുകളെ തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് യൂറോപ്പിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത്, വാട്ട് എ മാൻ thinks of himself, that is what determines or rather indicates his fate. ഒരാളെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാണ് അയാൾ. അദ്ദേഹത്തിന്റെ വിധി ചിലപ്പോൾ മറ്റൊന്നായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ വിധി മാറ്റിമറിച്ചാലും അയാൾ ചിന്തിക്കുന്നിടത്തേക്ക് അയാൾ എത്തിച്ചേരുക എന്നതാണ്, അതാണ് അതിന്റെ രീതി. അങ്ങനെയാണ്. അതിന് നമുക്ക് ഒന്നുകൂടി ഒരു വിശദീകരണം കൊടുത്താൽ എന്തൊക്കെയായിരിക്കും അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഒന്ന്, സെൽഫ് എസ്റ്റീം കംസ് ഫ്രം നോയിങ് ആൻഡ് ആക്സെപ്റ്റിംഗ് യുവർ റിയൽ സെൽഫ് ആൻഡ് at the deepest level with all your strength and flaws. അതായത് നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്, അറിയുക എന്ന് മാത്രമല്ല, നമ്മുടേത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൂടി സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്ക് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ആരാണെന്ന് അറിഞ്ഞു, എന്റെ പോരായ്മകൾ എന്താണെന്ന് സ്വീകരിക്കാനുള്ള ഒരു കഴിവ് എന്നിൽ ഉണ്ടാവണം. അത് ഡീപ്പസ്റ്റ് ലെവൽ. അത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയല്ല, അവനാര് സ്വന്തം മനസ്സിൽ നിന്ന് അവരുടെ പോരായ്മകളും അവരുടെ നന്മകളും ഒക്കെ തിരിച്ചറിയാൻ കഴിയണം. അടുത്ത നോക്കാം. സെൽഫ് എസ്റ്റീം ഇസ് ദ വേ യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്. ഇറ്റ് ഈസ് യുവർ പെർസെപ്ഷൻ ഓഫ് യുവർ വർത്ത് ആസ് വെൽ ആസ് യുവർ പെർസെപ്ഷൻ ഓഫ് വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് യു. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞത് നമ്മെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു മാർഗമാണ് സെൽഫ് എസ്റ്റീം. നമുക്ക് നമ്മളെ കുറിച്ച് എന്ത് തോന്നുന്നു, ഫൈസൽ വാഫിയെ കുറിച്ച് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ അൻവറിനെ കുറിച്ച് എന്ത് തോന്നുന്നു, നൂറുദ്ദീൻ വാഫിയെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന ആ പോയിന്റിൽ നിന്നാണ് സെൽഫ് എസ്റ്റീമിന്റെ പ്രാധാന്യം വരുന്നത്. ഞാൻ എന്താണ് എന്ന ഒരു ബോധം എനിക്കുണ്ടാവണം. എന്റെ നന്മകൾ, എന്റെ തിന്മ, ഇതാണ് എന്റെ നന്മ, ഇതാണ് എന്റെ തിന്മ എന്നൊരു ബോധം ശരിക്കും നമ്മളിൽ ഉണ്ടായിത്തീരുക എന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് സെൽഫ് എസ്റ്റീമിന്റെ പ്രാധാന്യം. നെക്സ്റ്റ് നോക്കാം. ഗുഡ് സെൽഫ് എസ്റ്റീം ഈസ് ബീയിങ് ആബിൾ ടു തിങ്ക്. ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ്. എന്ത് ചിന്തിക്കണം? and speak positively and confidently about yourself without bragging or being arrogant. Arrogant ആവാതെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വളരെ കോൺഫിഡന്റ് ആയും പോസിറ്റീവായും സംസാരിക്കാൻ കഴിയുകയും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച്, എനിക്ക് എന്നെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് എന്നാണോ ഞാൻ എത്തുന്നത്, അവിടെയാണ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള സെൽഫ് എസ്റ്റീം നമുക്കുണ്ടാകുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സെൽഫ് എസ്റ്റീമിന് ചെറിയ രീതിയിൽ നമുക്കൊരു വിശദീകരണം കൊടുക്കാം. ഒറ്റ വാക്കിൽ സെൽഫ് എസ്റ്റീമിനെ നമ്മൾ പറഞ്ഞാൽ, സെൽഫ് എസ്റ്റീം ഈസ് അവർ സെൽഫ് കോൺസെപ്റ്റ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ചുരുക്കി നമ്മൾ ഒരു വാക്കിൽ ഇത്ര വിശദീകരിച്ചത് ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെൽഫ് കോൺസെപ്റ്റ് എന്നതാണ് നമ്മുടെ സെൽഫ് എസ്റ്റീമിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു വാചകം. അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺസെപ്റ്റ് ആണ്. പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവുകൾ ഉണ്ടാവാം, എല്ലാം കൂടിച്ചേരുന്നതാണ് മനുഷ്യൻ. പോസിറ്റീവുകൾ മാത്രമായി നിലകൊള്ളാണെങ്കിൽ അവൻ മലക്കുകളെ പോലെ, നെഗറ്റീവുകൾ മാത്രമായി തീരുന്നതാണെങ്കിൽ അത്
പിശാചുക്കളെ പോലെ. എന്നാൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൂടിച്ചേരുന്നിടത്താണ് മനുഷ്യനുണ്ടാവുന്നത്. അതിൽ തന്നെ നന്മയുടെ ഭാഗങ്ങളാണെങ്കിൽ നമ്മൾ ഹദീസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അവൻ മലക്കുകളെക്കാൾ പുണ്യം ചെയ്തവനായി മനുഷ്യൻ മാറുന്നു. അപ്പൊ നമ്മെക്കുറിച്ച് നമുക്ക് തോന്നുന്നത് എന്താണ് എന്നതാണ്. ഇടക്കിടക്ക് നമുക്ക് നമ്മെക്കുറിച്ച് ഒരു ആലോചന നടത്തണം. മൻ അറഫ നഫ്സഹു, മൻ അറഫ നഫ്സഹു. നമ്മൾ നമ്മളെ കുറിച്ച് ഒരു ആലോചന, ഒരു വിചാരം നടത്തണം. അപ്പൊ നിങ്ങൾക്ക് അറഫ റബ്ബ, നിങ്ങളെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പടച്ചോനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളെ കുറിച്ച് ബോധം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇവിടെ ചെറിയൊരു ഓരോരോ ഇത് നമുക്ക് ഒരു ഗെയിം പോലെ നമുക്കൊരു എന്താ പറയാ, ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്കൊരു ഗെയിം പോലെ ചെയ്തു നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നമ്മളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. പേനയുള്ള ആളുകളൊക്കെ ഒന്ന് എഴുതി ആൻസർ ചെയ്ത് നോക്കാം. പേനില്ലാത്ത ആളുകളൊന്ന് ഒരു മനക്കണക്ക് കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഗെയിം തുടങ്ങിയാലോ? ചെറിയ ഗെയിം. നമുക്ക് ഇത് നമ്മളെ കുറിച്ച് കുറെ ആളുകൾ ഇപ്പോ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ഇൻക്രീസ് ചെയ്തിട്ടുള്ള സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ. പല രീതിയിലുള്ള ആളുകളുണ്ടാവും. ഒട്ടും ഇല്ലാത്ത ആളുകളുണ്ടാവും, ആവറേജ് ഉള്ള ആളുകളുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു നോക്കാം. ഇതിൽ ഞാൻ ഏതിൽ വരും എന്നത് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. റെഡിയാണോ? റെഡിയാണ്. ആളുകൾ അങ്ങനെ എഴുതി നോക്കാം, അല്ലാത്ത ആളുകൾ മനക്കണക്ക് കൂട്ടി നോക്കാം കേട്ടോ. ഞാൻ നിർബന്ധിക്കുന്നില്ല ഇനിയും വേണമെന്ന്. ഓക്കെ, നമുക്ക് ഒരു 4 ഘട്ടങ്ങളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കാം. ഒന്ന് നോക്കാം. I need constant approval and recognition. True or false? A, B എന്ന് മാത്രം എഴുതി വെച്ചാണ് കേട്ടോ. നമ്പർ 1 ഇട്ടിട്ട് A ആണോ B ആണോ എന്നുള്ള ഉത്തരം മാത്രം എഴുതിയാൽ മതി. A, B മാത്രം എഴുതിയാൽ മതി കേട്ടോ. A or B. പെട്ടെന്ന് ചെയ്യണം കേട്ടോ ആൻസർ. ഇമ്മീഡിയറ്റ്ലി ആലോചിക്കരുത്, ചിന്തിക്കാൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻ കേൾക്കാം, പെട്ടെന്ന് ആൻസർ ചെയ്യാം. I need constant approval and recognition. A or B. Question number 2. I'm often embarrassed by the actions of others. A or B. Third question. I'm concerned about what others think of myself. Sorry, me. I'm hurt by the opinions and comments of others. True ആയിട്ട് ചെയ്യണം കേട്ടോ. I'm hurt by the opinions and comments of others. Next one. I give in to other people quickly. Sixth one. I am judgmental of others. I am judgmental of others. ചെയ്യുന്നതൊക്കെ ആയിരിക്കും അല്ലേ? Next, 7th one. I openly voice my opinions. I openly voice my opinions. 8th, even if I don't want to, I often go along with the crowd. Even if I don't want to, I often go along with the crowd. ഇതുവരെ 8 ചെയ്തോ? 8 ചെയ്ത ആളുകൾ എന്ത് ചെയ്യുക? എ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ, എ എന്നത് നിങ്ങളുടെ ഉത്തരമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് 1 മാർക്ക് കൊടുക്കാം. 1 മാർക്ക് കൊടുക്കാം. ബി അവിടെ നിൽക്കട്ടെ കേട്ടോ. ബി എന്നതിനുള്ള മാർക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. അടുത്തത് 2ാമത്തെ സെറ്റ്. It doesn't bother me to talk in front of a group of people. It doesn't bother me to talk in front of a group of people. Second one. I rarely know how to start a conversation. Next, I often feel inadequate in a new situation. Third, next one. I'm shy when I am with other people. I'm shy when I am with other people. Next, big crowds make me nervous. Big crowds make me nervous.
I'm friendly and comfortable with new people. Next one, I like new and different situations. 16, I don't like to be with other people. I don't like to be with other people. ഓക്കെ ആയോ? അടുത്ത മൂന്നാമത്തേലേക്ക് പോവല്ലേ? ഇതില് ട്രൂ എന്നത് ചിലത് ബി ആണ്, ചിലത് എ ആണല്ലോ. എന്താ? അതാണ് ഞാൻ പറഞ്ഞത്, അത് മാറ്റി മാറ്റി കൊടുത്തിട്ടുള്ളതാ. അത് ഓരോ ക്വസ്റ്റ്യന്റെ ഇതിനനുസരിച്ച് കൊടുത്താ. അതുകൊണ്ടാണ് ഞാൻ എ ബി മാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നമ്മൾ എക്കും ബിക്കും നമ്മളൊരു ഒരു വാല്യൂ കണക്കാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മളൊരു കോപ്പി എടുത്ത് അങ്ങനെ ശരിക്കും ഒരു പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ചെയ്ത് നോക്കണം. വേണമെങ്കിൽ ഇൻഷാല്ല ക്ലാസ്സിന് ശേഷം ഇതിന്റെ കോപ്പി നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഐ ഡോണ്ട് തിങ്ക് ഐ ആം എനി വൺ സ്പെഷ്യൽ. ഐ ഡോണ്ട് തിങ്ക്, ഇത് അടുത്ത ഘട്ടമാണ്, മൂന്നാമത്തെ ഘട്ടമാണ്. ഐ ഡോണ്ട് തിങ്ക് ഐ ആം എനി വൺ സ്പെഷ്യൽ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ഐ ഓഫൻ സേ ഐ ഷുഡ് ഹാവ്. I often say I should have. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടോ? I am able to evaluate what is good about me. I am able to evaluate what is good about me. Next one, I have a high opinion in myself. High opinion in myself. എനിക്ക് എന്നെ കുറിച്ച് വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്കുള്ളത്. Next one, I can figure out what I need to improve about myself. I can figure out what I need to improve about myself. Next, I don't often speak my mind, even I know. Wait. Even I know I'm right. I don't often speak my mind if I know I'm right. Next one, I'm proud of myself. I am proud of myself. I often feel like a loser. നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. I often exaggerate the truth in order to maintain my image. I often exaggerate the truth in order to maintain my image. I don't feel ashamed of myself. I don't feel ashamed of myself. I often wish I had what other people have. I often wish I had what other people have. I make excuses when I make mistakes. I make excuses when I make mistakes. It is most important to me to do what I think is right. It is most important to me to do what I think is right. It is most important to me to do what I think is right. I feel that I look as good as most people. I feel that I look as good as most people.
I would not change much about myself. I would not change much about myself. True or false? A, B. I often brag about myself and my accomplishment. നമ്മള് 4 സെറ്റ് 32 ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഗെയിമാണ്. ഐ ഓഫൻ ബ്രാഗ് അബൌട്ട് മൈസെൽഫ് ആൻഡ് മൈ അക്കംപ്ലിഷ്മെന്റ്സ്. അതായത് എനിക്ക് നേടാനുള്ളതിനെ കുറിച്ച് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് തോന്നാറുണ്ട്, എന്റെ ഇത് എന്താ പറയാ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നേടാനുണ്ട്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ചിലപ്പോൾ എനിക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരാറുണ്ട് ഇടയ്ക്ക്. എനിക്ക് അതൊക്കെ നേടാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു മോശമായ തോന്നൽ എന്റെ മനസ്സിലുണ്ടാവാറുണ്ട്. കഴിഞ്ഞോ? നിങ്ങൾ എ എന്നതിന് എന്ത് ചെയ്യാ, എ എന്നതിന് താൽക്കാലികം നിങ്ങൾ 1 കൊടുക്കുക. എല്ലാത്തിനും എ ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനൊക്കെ താൽക്കാലികം എന്ത് കൊടുക്കുക, 1 കൊടുക്കാം. ഓക്കെ, കൊടുത്തോ? രണ്ടാമത്തെ നമ്മൾ ബി ആണ് കൊടുത്തത് അല്ലേ? നമ്മൾ അതിന് 0 കൊടുക്കാം. 0 ബി എന്നതിന് 0 കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ ഓരോ ഘട്ടത്തിന് ആദ്യത്തെ 8, രണ്ടാമത്തെ 8, മൂന്നാമത്തെ 8, നാലാമത്തെ 8 ഒന്ന് മാർക്ക് ഒന്ന് ചെയ്ത് നോക്കട്ടോ. ആയോ? ഒന്നാമത്തേതില് മുനീർദി മാഫിക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? 8ല് 5 മാർക്ക് കിട്ടി അല്ലേ? അപ്പൊ ഏകദേശം ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് അർത്ഥം ഇൻഷാല്ലാ. പിന്നെ ഫൈസൽ മാഫിയെ കണ്ണും ചുമിട്ടാണ് ആലോചിക്കാതിട്ടാണ് 6 കിട്ടി അല്ലേ? ഓക്കെ ഇൻഷാല്ലാ. ഹസീം മാഫിയെ 3. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തിരിച്ചറിയാന്നുള്ളതല്ലോ. നമ്മൾ നോയിങ് ആൻഡ് ആക്സെപ്റ്റിംഗ് ആണ്. അറിയുകയും വേണം, നമ്മൾ അറിഞ്ഞ സാധനത്തെ സ്വീകരിക്കുകയും വേണം. അപ്പോഴേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 8 നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നത് അപ്രൂവലുമായി ബന്ധപ്പെട്ടാണ്. അപ്രൂവലാണ് നമ്മള്. രണ്ടാമത് നമ്മൾ ചെയ്ത സാധനം 8 ക്വസ്റ്റ്യൻസ് സോഷ്യലുമായി ബന്ധപ്പെട്ട അല്ലെ, ആളുകളുമായി ഇടപെടുന്നത് ഇഷ്ടമാണോ, ആളുകളുടെ മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമാണോ, കുറെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അതിന് നമ്മൾ അതുപോലെ ആരെങ്കിലും ചെയ്തവരുണ്ടോ? ജോർജി മാഫി ചെയ്തോ? രണ്ടാമത്തതല്ലേ? രണ്ടാണ് കിട്ടിയത് അല്ലെ? അപ്പൊ നമ്മൾ ഒരു കുറച്ച് കുറവുണ്ട് എന്നർത്ഥം. അപ്പൊ ആ ഭാഗമാണ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? ഇത് ചിലപ്പോ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടും ഒരു ഗെയിമിന് ചിലപ്പോ ഒരു ഐഡിയ അറിയാത്തത് കൊണ്ടും ചിലപ്പോ എന്ത് ചെയ്യുന്നതാവും, കുറയുന്നതും കൂടുന്നതും ഉണ്ടാവട്ടോ. അങ്ങനെയും സാധ്യതയുണ്ട്. അതിന്റെ ഒരു സാധ്യത നമ്മൾ പരിഗണിക്കുന്നുണ്ടോ? എന്നാലും നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് പ്രധാനം ഇൻഷാല്ലാ. അപ്പൊ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈഡ് ആണ് ചെയ്തത്. ഇത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരണ്ട് ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്തത് പ്രൈഡ് ആണ് അല്ലെ? പ്രൈഡിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? വേറെ ആരാ അപ്പൊ പറയാ? വജൂസ്ത 4 മാർക്ക് കിട്ടിയ 4 ഇൻഷാല്ലാ. ആയിക്കോട്ടെ ഇൻഷാല്ലാ. നെക്സ്റ്റ് 4ാമത്തത് ആരെങ്കിലും ഒരാൾ പറയോ? ആരാ പറയാ? എനിക്ക് 6 മാർക്ക് കിട്ടി. 6 മാർക്ക് കിട്ടിയില്ലേ? നമ്മളെ കുറിച്ചുള്ള ഒരു ഇമേജസ് ആണ്, നമ്മളെ കുറിച്ചുള്ള ഒരു ഇമേജ് ആണ് നമ്മള് അടുത്ത 4ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മളുമായി ബന്ധമുള്ള ഒരു 4 ഏരിയ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോ നമ്മുടെ ആ ഏരിയയിലുള്ള നമ്മുടെ കുറവുകളും ഇതൊക്കെ നമ്മൾ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഇനി നമുക്ക് പറയാനുള്ളത്, നല്ല ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ ഉണ്ടാവും, ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ ഉണ്ടാവും. ഹൈ എന്നുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞത് പ്രവാചകന്മാര്, അങ്ങനെ വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഹൈ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അവരുടെ ഓരോ ഇടപെടലുകളും എത്ര വ്യത്യസ്തമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ, ഇപ്പൊ സോഷ്യലി ആയിട്ട് അവർ ഇടപെടുന്ന സമയത്ത് അവരൊക്കെ കാണിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും.
പക്ഷെ അത് ഒരു സോഷ്യൽ റിഫ്ലക്ഷൻ തന്നെ വളരെ പ്രധാനമാണ് അല്ലെ. ഒരു ഹദീസ്, ഒരു ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ലേ. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടത്തോടുകൂടെ എന്താ പറയാ കുറച്ച് മുന്തിരിയുമായിട്ട് വന്നൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിരി കൊടുത്തു. അപ്പൊ ആ കവറിൽ നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്തിരി എടുത്ത് കഴിച്ചു. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ചുറ്റുഭാഗത്തിരിക്കുന്ന സ്വഹാബികൾ ഇങ്ങനെ നോക്കുന്നുണ്ട് നബിയെ, എനിക്കെപ്പോഴാ കിട്ടാ എന്നുള്ള ഒരു ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സ്വഹാബികൾ. പക്ഷെ ആ കവറിൽ ഉണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ കഴിച്ചു. അപ്പോഴും സ്വഹാബികൾക്ക് സംശയമായി, ഇങ്ങനെ ഒരിക്കലും ചെയ്യാറില്ലല്ലോ പുണ്യ നബി. പിന്നീടാണ് സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദേഹം കൊണ്ടുവന്ന ആ മുന്തിരിക്ക് നല്ല പുളിപ്പുണ്ടായിരുന്നു, നിങ്ങളെങ്ങാനും കഴിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടുമായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ ആ ഒരു സിറ്റുവേഷനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അത് ഏറ്റവും ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ സാധിച്ചത് എന്ന് നമുക്ക് ആ നിലക്ക് സെൽഫ് എസ്റ്റീം എന്ന നിലക്ക് നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ രണ്ട് തരത്തിൽ ആളുകളുണ്ട്. ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നത് നമുക്കൊരു പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. നോക്കാം നമുക്ക്. അതായത് ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടാവാം, ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും കേട്ടോ. ഇപ്പൊ പല ആളുകള് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് അറിയോ? ഒരു കോഴ്സിന് ചേർന്ന ആളാണെങ്കിൽ അയാള് കോഴ്സ് നിർത്തിപ്പോയിട്ടുണ്ടാവും, ലോ സെൽഫ് എസ്റ്റീം ആണെങ്കിൽ. ഇപ്പൊ എന്തെങ്കിലും ജോബിന് കയറിയ ഒരാളാണെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം ആണെങ്കിൽ ജോലി നിർത്തിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ഇതുകൊണ്ടുള്ള ദുരന്തങ്ങൾ, ആരോഗ്യപരമായ ദുരന്തങ്ങൾ വേറെയുണ്ട്, മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ വേറെയുണ്ട് ലോ സെൽഫ് എസ്റ്റീം ആവുമ്പോ കേട്ടോ. അപ്പൊ നമ്മൾ അതൊന്ന് അറിഞ്ഞിരിക്കലും നല്ലതാണ്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആളുകൾക്കൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക്, ചിലപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കുറച്ച് ശരിയാക്കിയിട്ട് ഒരു ബാലൻസ് ചെയ്യിപ്പിക്കൽ എപ്പോഴും നല്ലതാണ്. ഒന്നാമത് നമുക്ക് അളക്കാം. എപ്പോഴും നമുക്ക് മനസ്സിലാവും, ടോക്കിംഗ് അബൌട്ട് ഐഡിയാസ്. ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ ചെയ്യുന്ന ഒരു പണി ഐഡിയാസ് ആയിരിക്കും അവരുടെ ഡിസ്കഷൻ. ഐഡിയാസ് നല്ല സംസാരിക്കാനാണ് ഇഷ്ടം. എപ്പോഴും നമ്മളോട് ഹക്കീം ഉസ്താദ് എപ്പോഴും പറയലില്ലേ, ആശയങ്ങൾ പറയൂ. ആശയങ്ങളാണ് പ്രധാനം. ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ, അത് ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളായിരിക്കും, ആളുകളെ കുറിച്ചായിരിക്കും സംസാരം. എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂജഹലിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റാളുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ അതിന് മാത്രമായിട്ടുള്ള ഹദീസുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്ന വലിയ വലിയ സ്വപ്നങ്ങളെ കുറിച്ചാണ്, വലിയ വലിയ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. രണ്ട്, കെയറിങ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ആളുകളെ കെയർ ചെയ്യുക, ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊക്കെ എന്താ പറയാ, ഭയങ്കര സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ ഇറങ്ങി ചെയ്യുന്ന പണിയായിരിക്കും. അവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ചാലും ബാക്കിയുള്ള ആളുകളെ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള. മറ്റേ ആളിലേക്ക് ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ക്രിട്ടിക്കൽ ആയിരിക്കും, അവരിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് നോക്ക്, മൂന്നാമത്തേത് റെസ്പെക്ട് അതോറിറ്റി. ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ എപ്പോഴും ബഹുമാനിക്കണം. ആ കൂട്ടായ്മക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ കൂട്ടായ്മക്കിടയിൽ നിന്ന് അതിനെ പറഞ്ഞ് തിരുത്താൻ നമുക്ക് കഴിയണം. അല്ലാതെ അതിനെ പബ്ലിക്കായിട്ട് അതിനെ ഇകഴ്ത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. റിബലുകൾ ഉണ്ടാവുന്നത് അവിടെ, റിബൽസ് അഗെയിൻസ്റ്റ് അതോറിറ്റി. റിബലുകൾ ഉണ്ടാവുന്നത് ശരിക്കും അവർക്കിടെ സെൽഫ് എസ്റ്റീമിന്റെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇനി നമ്മുടെ സംഘടനകളിലൊന്നും എന്ത് വേണ്ട, റിബലുകൾ വേണ്ടാന്ന്. ആദ്യം തന്നെ എടുത്ത് പുറത്തിടണം എന്ന് പറയുന്നത്, ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളെ വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. റിബലുകളെ വെച്ച് പൊറപ്പിക്കരുത്. റിബലുകൾ നല്ലത് എപ്പോഴും എന്തായിരിക്കും, ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അവനത് മാറ്റുന്നത് വരെ അവനെ കൊണ്ട് ഇനി ഒരു ഉപകാരം ഉണ്ടാവില്ല. നെക്സ്റ്റ് നോക്കാം നമുക്ക് അടുത്ത പോയിന്റ്, കറേജ് ഓഫ് കൺവിക്ഷൻ.
എന്ത് ചെയ്യാനും അല്ലെങ്കിൽ അവൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം അവനുണ്ടാവും. അവന് തീരുമാനം എടുത്തു, അത് ശരിയാണ് എന്ന ബോധം കൃത്യമായി അവനുണ്ട്. പിന്നെന്തിന് വേറൊരാളെ പേടിക്കണം? ആ തീരുമാനത്തിൽ അവൻ ഉറച്ചു നിൽക്കണം. നെക്സ്റ്റ്, ഗോസ് അലോങ് ടു ഗെറ്റ് അലോങ്. മറ്റേ ആളുടെ അങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ പോവാം, അങ്ങനെ ഇനി പോണില്ലേ അത് പ്രശ്നമല്ല, അങ്ങനെ പോണ്ട, പോണോ പോവാം, പോണ്ടേ പോണ്ട, ആ രീതിയിലുള്ള സ്വഭാവമായിരിക്കും ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ. മറ്റു ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു തീരുമാനമാണ്, പോണം എന്നത് തീരുമാനമാണെങ്കിൽ അവൻ പോയിരിക്കും. പോവണ്ട എന്നാണ് അവന്റെ തീരുമാനമെങ്കിൽ അവൻ പോവില്ല. അത് അവന്റെ സെൽഫ് എസ്റ്റീമിന്റെ ഹയസ്റ്റ് ഭാവമായിരിക്കും. നെക്സ്റ്റ്, കോൺഫിഡൻസ് ഉണ്ടാകും, മറ്റടുത്ത് കൺഫ്യൂഷൻ ആണ്. സെൽഫ് എസ്റ്റീം, ഉയർന്ന സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, ആത്മവിശ്വാസം. ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യാനും ഏത് സാഹചര്യങ്ങളെയും മാനേജ് ചെയ്യാനുള്ള കഴിവ് അവനുണ്ടാകും. മറ്റാൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവൻ അറിയാതെ വരും. ഇവിടെയാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജോലിയിൽ പലപ്പോഴും നമുക്ക് കപ്പാസിറ്റി ഉണ്ടായിട്ടും നമ്മൾ പകച്ചു നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒന്ന് ചെറുതായി നിന്ന് പോകുന്നത് നമ്മൾ ലോ സെൽഫ് എസ്റ്റീമിന്റെ ആളായത് കൊണ്ടാണ്. നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. മറ്റടുത്തല്ല, കോൺഫിഡന്റ് ആയിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അറബ് നേഷൻ ഉണ്ടാവും, അവന് നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ അത്ര കഴിവോ ഉണ്ടാവില്ല, പക്ഷെ അവനുള്ള ഒരു സാധനം കോൺഫിഡൻസ് ആണ്. കാരണം അവൻ ഹൈ സെൽഫ് എസ്റ്റീമിന്റെ ആളാണ്, നമ്മൾ ലോ സെൽഫ് എസ്റ്റീമിന്റെ ആളാണ്, കൺഫ്യൂഷനാണ്. അപ്പൊ ഞാൻ ചെയ്തത് ശരിയാവോ, ഞാൻ ചെയ്തത് ശരിയാവില്ലേ, എന്നെ കൊണ്ട് ഇതിന് കഴിയോ കഴിയില്ലേ എന്നുള്ള ആ കൺഫ്യൂഷന്റെ മുഖത്ത് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് ആ ജോലി സ്ഥലത്ത് നമ്മളെ അനഭിമതനായി കാണാൻ ആളുകൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വിവരം ഉണ്ടെങ്കിലും നമ്മുടെ കഴിവുകൾ ഉണ്ടെങ്കിലും എല്ലാതും നമുക്ക് അനുകൂലമാണെങ്കിലും നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഫിഡൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയൂ. നെക്സ്റ്റ്, കൺസേൺ അബൌട്ട് ക്യാരക്ടർ. മറ്റാൾ കൺസേൺ അബൌട്ട് റെപ്യൂട്ടേഷൻ. എപ്പോഴും റെപ്യൂട്ടേഷനെ കുറിച്ചായിരിക്കും അവർ ആലോചിക്കുക. പക്ഷേ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ അവരുടെ സ്വഭാവത്തെ കുറിച്ചായിരിക്കും അവർ ആലോചിക്കുക. അവരുടെ സ്വഭാവം, അവരുടെ വ്യക്തി, അവരുടെ പെരുമാറ്റം, അവരുടെ രീതികൾ, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കും. മറ്റേ ആള് എനിക്ക് എന്ത് കിട്ടും എന്നതാണ്, എനിക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷനിലായിരിക്കും അവന്റെ കണ്ണുകൾ. നെക്സ്റ്റ് നോക്കാം, 7th one, ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി. സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ മാത്രമേ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഏത് സാഹചര്യത്തെയും ആക്സെപ്റ്റ് ചെയ്യുന്നത് നല്ല എന്താ പറയാ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും, നല്ല ആളുകളായിരിക്കും ഇത് ചെയ്യുക. സെൽഫ് എസ്റ്റീം നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, മറ്റേ അബൂജഹൽ എന്റെ ഒട്ടകത്തെ വാങ്ങി, എന്റെ ഇത് കടം വാങ്ങി, അബൂജഹൽ എനിക്ക് തിരിച്ചു തരുന്നില്ല, ഞാൻ കുറെ വട്ടം അബൂജഹലിന്റെ അടുത്തേക്ക് പോയി, തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ പറഞ്ഞറിയോ? ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി, വാടാ നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പോ എന്താ പറയാ മക്ക പിടിച്ചെടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരിക്കുമ്പോഴാ, അവിടെ അത്രമാത്രം ശക്തിയില്ലാത്തൊരു കാലത്താണ് ഒരാൾ വന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ആൾക്കാരെ മുസ്ലിങ്ങളുള്ളൂ, അന്ന് ഹിജ്റ പോലും പോയിട്ടില്ല. ആ കാലത്ത് ഒരാൾ വന്ന് പറയാണ്, എന്റേത് അബൂജഹൽ വാങ്ങിയിട്ട് എനിക്ക് തരുന്നില്ല. അപ്പൊ പിന്നെ അവസാനം മൂപ്പർക്ക് വന്ന് പറയാൻ കിട്ടിയ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ പറഞ്ഞു, വാടാ പോവാ, കോൺഫിഡൻസ് ആണ്. പോയി അബൂജഹലിന്റെ വാതിക്കൽ നിന്നപ്പോ തന്നെ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് അവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ കൊടുന്നു കൊടുക്കാറുണ്ട്. അകത്ത് പോയി സാധനം കൊടുന്നു കൊടുത്തു. കോൺഫിഡൻസ്, ഹൈ സെൽഫ് എസ്റ്റീം ആണ്. അവിടെ എനിക്ക് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ, ഇനിയിപ്പോ ഞാൻ പോയാൽ അത് ശരിയാവോ, ഓന്റെ കാര്യത്തിന് ഞാനിപ്പോ എന്തിനു പോണം ചോദിക്കാൻ നിന്നില്ല. കാരണം ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി. മറ്റാളാണെങ്കിലോ ലോ സെൽഫ് എസ്റ്റീം ആണെങ്കിൽ അയാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അത് ചോദിക്കും, എന്തിനാ പോയത്, എന്നോട് ആരാ പറഞ്ഞ അബൂജഹലിന് കൊടുക്കാന്,
അബൂജഹൽ കള്ളനാണെന്ന് നിനക്ക് നേരത്തെ അറിയില്ല അബൂജഹലിനെ? നിന്നോട് ആരാ പറഞ്ഞു ചോദിക്കും? ആരെങ്കിലും കൊടുക്കും അബൂജഹൽ നീയല്ലാതെ പൊട്ട എന്നായിരിക്കും ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആള് ചോദിക്കുക. മറ്റാൾ പറയും വാടാ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി നോക്കും. ഇല്ലേ? മാപ്പാജി മറ്റേ തങ്ങള് പറഞ്ഞു മാപ്പാജിന്റെ അടുത്ത് പോയിക്കോ ഒന്ന് പോയി നോക്കേ. അപ്പൊ പറയും നമ്മളിപ്പോ എങ്ങനെ ഇപ്പൊ പോകും, നമ്മള് മോദിയന്മാരിപ്പോ എങ്ങനെ പോകും? അപ്പൊ സാറിൽ നമ്മളൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് പോവാനുള്ള കോൺഫിഡൻസ്. അപ്പൊ നമ്മള് സെൽഫ് എസ്റ്റീം ഉള്ള ആളുകള് നമ്മൾ പറഞ്ഞത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അവര് വളരെ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ. അല്ലാത്ത ആളുകൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെ, നീ എന്തിനാ പോയത്? അബൂജഹലിന്റെ അടുക്ക് പോകാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനെ തളർത്താൻ മാത്രമേ ചെയ്യൂ. അവനത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവന് ആളുകളായിരിക്കും. ഓക്കെ, നാവൻ സമയം എന്താവട്ടെ, നിങ്ങക്ക് കാണുന്നുണ്ടോ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത നമ്മൾ പറയുന്നത് സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും അവര്. സ്വയം അവർക്കൊരു തോന്നലുണ്ടാവും. മറ്റേത് ഖാദർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് തന്നെ വരണം. എല്ലാ മാസവും ഖാദർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അതിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഇങ്ങനെ വിളിക്കാൻ വേണ്ടി കാത്തുനിന്നുകൊണ്ടിരിക്കും. മറ്റേ ആളുകള് സെൽഫിഷ് ആയിരിക്കും. ഇന്ന് പിന്നെ ഒരു ക്ലാസ്സിൽ വിളിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്നതായിരിക്കും അവരുടെ ചിന്ത. മറ്റേത് സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന ആള് സെൽഫ് എന്താ പറയാ അത്രയും സെൽഫ് എസ്റ്റീംഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. സ്വയം തോന്നി വരുന്ന ആളുകൾ. അപ്പൊ നമ്മളൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മുടെ സമയം ഷെഡ്യൂൾ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവൻ സെൽഫ് എസ്റ്റീംഡ് ആയിട്ടുള്ള ആളായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ അവൻ സെൽഫിഷ് ആയിരിക്കും. ഇനി കുടുങ്ങിയ എന്ത് ചെയ്യണം, അവിടെ നിന്ന് പോകണം. രണ്ടാമത്തെ ആള്, പിന്നെ അടുത്ത നമ്മുടെ പോയിന്റ് 8ാമത്തെ പോയിന്റ് വരുന്നത് ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. എന്ത് വിഷയം വന്നാലും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കും സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ. മറ്റതോ ഫാറ്റലിസ്റ്റിക് ആയിരിക്കും. ഫെയ്റ്റ്, വിധി, അതെന്റെ വിധിയാണെന്ന് പറയും. എനിക്ക് കിട്ടിയാൽ പറയും എനിക്കിന്ന് ഭാഗ്യം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ പറയും എനിക്ക് ഭാഗ്യം ഇല്ലല്ലോ, ഇന്ന് എനിക്ക് ഭാഗ്യം എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് കിട്ടുന്നത്. മറ്റാള് ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. കിട്ടുവാടാ, ഒരു ദിവസം കിട്ടും, എന്നെങ്കിലും ഒരു ദിവസം കിട്ടും. അത്രമാത്രം പ്രതീക്ഷകൾ കൊടുക്കുന്ന ആളുമായിരിക്കും സെൽഫ് എസ്റ്റീംഡ് ആയിട്ടുള്ള ആളുകൾ. നമ്മൾ പറഞ്ഞല്ലോ, മുമ്പ് നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന സുറാക്കയോട് എന്താ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? കൊല്ലാൻ വന്ന സുറാക്കയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതീക്ഷയുടെ നാമ്പുകൾ ഇട്ടുകൊടുത്തു സുറാക്കയോട്. സുറാക്ക, നിങ്ങളുടെ കയ്യിൽ റോമ സാമ്രാജ്യത്തിന്റെ രാജകുമാരന്മാർ അണിഞ്ഞിരുന്ന വളകൾ നിങ്ങളുടെ കയ്യിൽ ധരിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ഓർക്കുന്നു? കിട്ടിയാൽ നിനക്ക് തരാം എന്നല്ല, നീ എങ്ങനെ ഓർക്കുന്നു? അങ്ങനെ ഒരു ദിവസം നാളെ വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ എങ്ങനെ സ്വപ്നം കാണും? ഹൈ സെൽഫ് എസ്റ്റീമുള്ള ആളുകൾക്ക് അങ്ങനെ പ്രതീക്ഷകൾ കൊടുക്കാൻ കഴിയും. അടുത്ത നോക്ക, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാവും. സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ. സിറ്റുവേഷൻ അറിയാം. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്ന ഭാവം അവൻ നടിക്കുന്നുണ്ടെങ്കിൽ അവൻ സെൽഫ് എസ്റ്റീംഡ് ഉള്ള ആളായിരിക്കും. നടിക്കുന്നൊന്നുമില്ല, അവനെ അറിയില്ല, സാഹചര്യങ്ങളെ അവൻ തിരിച്ചറിയില്ല. ഏത് സാഹചര്യത്തിലും ഒരുപോലെ പെരുമാറാൻ കഴിയുന്നുവെങ്കിൽ അവന് ഗ്രീഡി ആയിട്ടുള്ള ആളായിരിക്കും. അവന് ലോ സെൽഫ് എസ്റ്റീമാണ്. നെക്സ്റ്റ്, വില്ലിംഗ് ടു ലേൺ, പഠിക്കാൻ റെഡിയാണ്. മറ്റാൾ പറയാ നോ ഇറ്റ് ഓൾ, എനിക്കിതെല്ലാം അറിയാം. ഏത് സാഹചര്യങ്ങളിലും പഠിക്കാൻ റെഡിയാവർ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു സംഭവമാണ് ബദർ യുദ്ധം കഴിഞ്ഞപ്പോ. ലോകത്തിൽ അതെടുത്ത് ഉദ്ധരിക്കാത്തവരാരാ? ഏത് ചരിത്ര പണ്ഡിതനാണ് ആ സംഭവം ഉദ്ധരിക്കാത്തത്?
തങ്ങള് 70ഓളം ആളുകളെ ബന്ദികളാക്കി പിടിച്ചു. അവരിൽ പല ആളുകളും മോചനദ്രവ്യം കൊടുത്തു പോയി. ചില ആളുകൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പഠിക്കാൻ റെഡിയാവാന്നുള്ളതാണ്. വായിക്കാൻ റെഡിയാവുന്നില്ല, വായന അവസാനിക്കുന്നില്ല. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനം ഇഖ്റ, വായിക്കുക. എന്ത് വായിക്കണം? അവിടെ ഒരു മഫ്ഊല് പോലും ഇല്ല, എന്ത് വായിക്കണം എന്ന് പോലും ഇല്ല. ഇഖ്റ, വായിക്കുക എന്നുള്ളതാണ്. റീഡ്. അപ്പോ പഠിക്കാൻ റെഡിയായ ഒരാൾ, തന്റെ തെറ്റുകൾ തിരുത്തി മനസ്സിലാക്കാൻ റെഡിയായ ഒരാൾ, അവൻ സെൽഫ് എസ്റ്റീമുള്ള ആളാണ്. അവൻ പഠിക്കാൻ റെഡി അല്ലെങ്കിൽ അവൻ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ആളാണ്, കുറവായിരിക്കും. നെക്സ്റ്റ്, ഡിസ്കസ്. ചർച്ചകൾ ചെയ്യുന്ന ഒരാൾ, ചർച്ച ചെയ്യാൻ റെഡിയാണ്, എല്ലാവരോടും സംസാരിക്കാൻ റെഡിയാണ്, ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ റെഡിയായിരിക്കും. മറ്റാളോ ആർഗ്യൂ ചെയ്യും, ഒന്നും റെഡിയല്ല, അവൻ വാദപ്രതിവാദത്തിനാവും. നമ്മൾ ലാസ്റ്റ് പറയുന്നത് ഗിവർ ആൻഡ് ടേക്കർ. കൊടുക്കുന്ന ആളായിരിക്കും, മറ്റാൾ വാങ്ങിയ ശീലമുള്ളൂ. പറഞ്ഞ അൽ യദുൽ ഉല്യ ഖൈറും മിൻ യദുസ് സുഫ്ല. താഴെയുള്ള കൈയേക്കാൾ മികച്ചത് മുകളിലുള്ള കൈയാണ്. സെൽഫ് എസ്റ്റീം പഠിപ്പിക്കുക. അത് കോൺഫിഡൻസ് കൂട്ടും, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ ദിവസവും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നതിനൊക്കെ പൊരുള് അതാണ്. ഗിവർ ആയിരിക്കും, മറ്റാള് ടേക്കർ ആയിരിക്കും. അപ്പൊ നമ്മൾ ടേക്കർ മാത്രമാണെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ചെയ്താൽ മതി. റെസ്പോൺസിബിലിറ്റി, ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി, സെൽഫ് ഇൻട്രസ്റ്റഡ് ആയി വന്നാൽ മതി. ഓരോ കാര്യം നമ്മൾ ശരിയാക്കി കൊണ്ടുവന്നാൽ സെൽഫ് എസ്റ്റീം ശരിയാവും. അപ്പൊ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് തോന്നും നമ്മൾ മോശക്കാരാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായാൽ അത് എന്റെ ചുറ്റുമിരിക്കുന്ന ആളുകളിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മതിയാകും. നമ്മുടെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചർച്ച ചെയ്തപ്പോ അതൊക്കെ നമ്മൾ കൂടിയപ്പോ നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ട് നമുക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിവരമുണ്ട്, ജോലി ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം, സ്കില്ലുണ്ട്. പക്ഷെ നമ്മുടെ പ്രോബ്ലം നമ്മളൊരു അനഭിമതനാണോ അവിടെ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, അടുത്ത നമ്മുടെ പോയിന്റ്, കോസസ് ഓഫ് ലോ സെൽഫ് എസ്റ്റീം. നമ്മള് ഹയസ്റ്റ് സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് അതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കണ്ട. നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയാനുള്ള കാരണങ്ങൾ വേഗം ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് കുറച്ച് സമയം ലാഗ് ആയതുകൊണ്ടും നമുക്ക് വേഗം ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഒന്ന്, നെഗറ്റീവ് സെൽഫ് ടോക്കാ. നമ്മളെ കുറിച്ച് തന്നെ മോശമായിട്ട് പറയാൻ പാടില്ല. ഐ ആം നോട്ട് ഗുഡ്. എടാ ഞാൻ ശരിയല്ല, ഞാനിപ്പോ ഇത് എങ്ങനെ ഇപ്പൊ ചെയ്യാ. രണ്ട്, ഐ ആം ടയേർഡ്. ഇന്ന് എനിക്ക് വയ്യ, പ്ലീസ്. ഇന്ന് വ്യാഴാഴ്ച ഒക്കെ അല്ലേ, ഇന്ന് എനിക്ക് വയ്യടാ, നമുക്ക് നാളെ നോക്കാം. ഒരു മീറ്റിംഗ് നമുക്ക് ഇന്ന് കൂടിയാലോ ഫൈസൽ വാഫിയെ? ഐ ആം ടയേർഡ്, ഇന്ന് എന്നെ കൊണ്ട് വയ്യ, ഇന്ന് നാളെ ആക്കിയാലോ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ കുറക്കാൻ ഒരു കാരണമായിരിക്കും. ടയേർഡ് ആണെങ്കിൽ ടയേർഡ് എന്ന് പറയാം. ഇത് സ്ഥിരം ടയേർഡ് ആണെങ്കിലോ, ഇന്ന് എനിക്ക് വയ്യടാ, ഇന്ന് അതായത് എനിക്ക് വയ്യാന്നുള്ള അർത്ഥത്തിലല്ല, ഇന്ന് എന്നെ കൊണ്ട് നീ എത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല, ഇന്ന് എന്നെ കൊണ്ട് ആവൂല. രണ്ട്, എൻവയോൺമെന്റ്. നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മെ എന്ത് ചെയ്യും? വളരെ മോശക്കാരാക്കും. ഹോം, പ്രത്യേകിച്ച് നമ്മളെ വീടുകളിലുള്ള സിറ്റുവേഷൻ, നമ്മൾ എങ്ങനെയാണോ കുട്ടികളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്താണോ കുട്ടികൾ പഠിക്കുന്നത്, അത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകും. നെക്സ്റ്റ്, അപ്ബ്രിങ്ങിങ് പീരീഡ് ആണ് അല്ലെ? നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഘട്ടങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെയാണ് പ്രധാനം. നെക്സ്റ്റ്, പുവർ റോൾ മോഡൽസ്. ഏറ്റവും മോശക്കാരായിട്ടുള്ള ആളുകള്
മോഡലുകളായ ഒരു കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ കുട്ടി പിന്നീട് വളർന്നു വരുന്ന ഘട്ടത്തിലൊക്കെ വളരെ നെഗറ്റീവ് മൈൻഡ് ആയിരിക്കും. നെഗറ്റീവ് മൈൻഡ് സൂക്ഷിക്കുമ്പോൾ അവന് സെൽഫ് എസ്റ്റീം താനെ കുറഞ്ഞു വരും. കാരണം അവന് കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവന് കൺഫ്യൂഷൻസ് ആയിരിക്കും, അവന് ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല, അവന് ഗിവർ ആവില്ല, അവൻ ടേക്കർ മാത്രമായിരിക്കും. അവൻ മാത്രമല്ല, അവന് ഡിസ്കസ് ചെയ്യൂല, അവൻ ആർഗ്യൂ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത് അവന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ മുന്നിലുള്ള മോഡലുകൾ ശരിയാവാത്തത് കൊണ്ടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മേക്കിംഗ് അൺഫെയർ കമ്പാരിസൺ. കുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം നമ്മൾ തന്നെ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഓ, ആ ഫൈസൽ വാഫിയെ കണ്ടോ, അതുപോലൊക്കെ ഒന്ന് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഖാദർ വാഫിയെ കണ്ടോ, ഖാദർ വാഫിയെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ അനാവശ്യമായ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് നമ്മെ കുറിച്ച് തോന്നുന്ന ഒരു വാല്യൂ അത് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. അച്ചടക്കമില്ലായ്മയാണ്. അച്ചടക്കമില്ലായ്മ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം കുറച്ചു കൊണ്ടുവരാൻ കാരണമാണ്. അത് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വിശാലമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മള് ഡിസിപ്ലിൻ ശരിക്കും പറഞ്ഞാല് ഡിസിപ്ലിൻ ഈസ് ലവിങ് ഫേംനെസ് ആണ്. കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുക എന്നതാണ്. ആ ഒരു ദൃഢമായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന അൺകണ്ടീഷണൽ അല്ലാത്ത ആ ഒരു ഇഷ്ടത്തിൽ നിന്നാണ് അച്ചടക്കം ഉണ്ടാകുന്നത്. കുട്ടികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലവിങ് ആണ്. ലവിങ് ആണ് കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് വേണം കുട്ടികളെ ഇഷ്ടവും അനിഷ്ടവും കുട്ടികൾ പഠിക്കാൻ. ഇഷ്ടത്തിൽ നിന്ന് ഇഷ്ടവും അനിഷ്ടവും കുട്ടി പഠിക്കണം. എന്റെ ഉപ്പാക്ക് ഞാനിത് ചെയ്യൽ ഇഷ്ടമല്ല എന്നൊരു കുട്ടി പറയുന്നതും എന്റെ ഉപ്പാക്ക് ഞാനിത് ചെയ്യൽ ഇഷ്ടമല്ല എന്നൊരു തോന്നൽ കുട്ടിക്കുണ്ടാകുന്നതും ഉപ്പ കുട്ടിക്ക് കൊടുക്കുന്ന ഇഷ്ടത്തിൽ നിന്നാണ്. അപ്പൊ അതാണ് ശരിക്കും അച്ചടക്കം. ഞാൻ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും കുട്ടി തിരിച്ചറിയുന്നത് ഉമ്മ കൊടുക്കുന്ന അധ്യാപകൻ കൊടുക്കുന്ന ആ സ്നേഹത്തിൽ നിന്നാണ്. അത് കറകളഞ്ഞ സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള കണ്ടീഷണൽ അല്ലാത്ത സ്നേഹം കൊടുക്കാൻ കഴിയണം. ഇറ്റ്സ് ഡയറക്ഷൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് ഡയറക്ഷൻ ആണ്. ഇറ്റ്സ് പ്രിവെൻഷൻ ബിഫോർ എ പ്രോബ്ലം അറൈസസ്. ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പ് തടയാൻ കഴിയുന്നതാണ് ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ സ്നേഹത്തിൽ നിന്നാണ്. ആ സ്നേഹം ഒരു കുട്ടിക്ക് കിട്ടിയാൽ അതിൽ നിന്നാണ് ഒരു കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ഉയർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനല്ലേ 6-ാമത്തെ വയസ്സിൽ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. 6-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു എന്താ പറയാ തൻ്റെ ഒരു വേലക്കാരിയുടെ കൂടെ തൻ്റെ അമ്മാവന്മാരുടെ നാട്ടിൽ നിന്ന്, ഉമ്മ മരിച്ചിട്ട് അമ്മാവന്മാരുടെ നാട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തേക്ക് ഒറ്റക്ക് വന്നു. ഒരു കുട്ടി ഒറ്റക്ക് വന്നു എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ അവസാനമായിട്ട് ആമിന ബീവി കുട്ടിയോട് പറഞ്ഞതാണ്, മോനെ കുൻ റജുലൻ, അല്ലെ, കുൻ റജുലൻ അലല്ലാഹു വാലി ജിൽദൻ വശീമതുക സമാഹതു വൽ വഫാഉ. നീ ഒരു ആൺകുട്ടിയായ ഒരു എല്ലാം തികഞ്ഞ ഒരാളായി മാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹത്തിൽ പൊതിഞ്ഞ് ഉമ്മ കൊടുത്ത ഉപദേശമായിരുന്നു ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ഉയരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ സെൽഫ് എസ്റ്റീം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മളിൽ ഒരുപാട് എന്താ പറയാ നെഗറ്റീവുകൾ ഉണ്ടാവും. ആ നെഗറ്റീവുകളെ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് ഹാബിറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ടുവരിക? നമ്മുടെ ചില നെഗറ്റീവുകളെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ, നമ്മുടെ നെഗറ്റീവുകളൊക്കെ മാറ്റണം എന്നൊരു തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഒരു പോരായ്മ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുക? ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈ യുവർ കറന്റ് ഓട്ടോമാറ്റിക് ബിഹേവിയർ. നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മളിൽ നിന്ന് വരുന്ന കറന്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ബിഹേവിയർ
നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഞാൻ ഇന്ന സാഹചര്യങ്ങളിൽ ഇന്ന് ഞാൻ അവനോട് സംസാരിച്ചപ്പോ എൻ്റെ അടുത്ത് വന്നൊരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്യണം, എഴുതി വെക്കണം. ഇന്ന കാര്യം എന്നിൽ നിന്ന് വന്നൊരു നെഗറ്റീവ് കാര്യം ഇന്ന് എന്നിൽ നിന്ന് സംഭവിച്ചു. അപ്പൊ അവനൊരു തോന്നലുണ്ടാവുമല്ലോ, ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലേ? നമ്മള് കുറ്റത്തെ കുറിച്ച് ഏറ്റവും നല്ല ഡെഫിനിഷൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ഏറ്റവും നല്ല അൽ ഇസ്മു മഹാക ഫീ നഫ്സിക വകരിഹത അയ്യത്തുല അലൈഹി നാസ്. അതിനേക്കാൾ ഒരു ഇസ്മിനെ, കുറ്റത്തെ ഡിഫൈൻ ചെയ്യാൻ ആർക്കാ പറ്റുക? അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ തങ്ങൾ പറഞ്ഞത് മഹാക ഫീ സദരിക, നിനക്ക് തന്നെ ഒരു നിന്റെ മനസ്സിൽ തന്നെ ഒരു വിഷമം തോന്നിയിട്ടുണ്ടാകും, നീ ചെയ്തത് ശരിയായില്ല എന്ന്. അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ, എന്താണ് അത് എഴുതി വെക്കാം. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ ന്യൂ ഹാബിറ്റ് യു വുഡ് ലൈക്ക് ടു ബിൽഡ്. അപ്പൊ നിനക്ക് തോന്നുമല്ലോ, ഞാൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അതിന് പകരം ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലിനെ നീ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കാം. എനിക്ക് ഈ സ്വഭാവത്തെക്കാൾ എനിക്ക് യോജിക്കുന്നതും എനിക്ക് വേണ്ടതും ഇതാണ്. പിന്നെ ചെയ്യേണ്ടതോ, റിപ്പീറ്റ് ദ ചേഞ്ച് ഓവർ ആൻഡ് ഓവർ ഇൻ റിയാലിറ്റി ഓർ ത്രൂ വിഷ്വലൈസേഷൻ. നമ്മുടെ യാഥാർത്ഥ ജീവിതത്തിലേക്ക് അതിന്റെ ആ മാറ്റങ്ങളെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടേയിരിക്കണം, ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെ? പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ അതിൽ പെർഫെക്റ്റ് ആയി മാറുന്നത്. നെക്സ്റ്റ് നോക്കാം, സ്റ്റെപ്സ് ടു ബിൽഡിംഗ് എ പോസിറ്റീവ് സെൽഫ് എസ്റ്റീം. വളരെ പെട്ടെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു വിടാം. ടേൺ സ്കാർസ് ഇൻ ടു സ്റ്റാർസ്. നമ്മൾ അതിൽ വായിക്കണം, കുറെ ആളുകളെ വായിച്ചു നോക്കണം. ചരിത്രത്തിൽ വിജയിച്ചവരെ നമ്മൾ വായിക്കണം. പൊതുവെ നമ്മൾ പറയപ്പെടാറുള്ളത് വിജയിച്ചവരൊന്നും വായിക്കരുത് എന്നാ. കാരണം തോറ്റവരെ വായിക്കണം, അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നാ. പക്ഷെ വിജയിച്ചവരെ വായിച്ചാൽ രണ്ടും കിട്ടും. അവർ വിജയിച്ചത് എങ്ങനെയാണെന്നും കിട്ടും, അവർ പരാജയപ്പെട്ടതും കിട്ടും. ഇന്ററാക്ഷൻ വിത്ത് ഗുഡ് പീപ്പിൾ, നമ്മൾ നല്ല ആളുകളുമായിട്ട് സംവദിക്കുക. ഡു സംതിങ് ഫോർ അതേഴ്സ് who cannot repay you in cash or kind. നിനക്കൊന്നും തിരിച്ചു തരാൻ കഴിയില്ല എന്ന് ബോധമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കുക. എങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കിട്ടുന്ന പ്രതീക്ഷ ചെയ്യരുത് കേട്ടോ, അത് റെപ്യൂട്ടേഷൻ ആയിരിക്കും. നെക്സ്റ്റ്, ലേൺ ടു ഗീവ് ആൻഡ് റിസീവ് കോംപ്ലിമെന്റ്. ആരിൽ നിന്നും നമ്മുടെ ഒരു തെറ്റുകൾ പറയാൻ ആര് തയ്യാറായാലും അത് സ്വീകരിക്കുക. നമ്മുടെ നന്മ ആര് പറഞ്ഞാലും അതും നമ്മൾ സ്വീകരിക്കുക. നെക്സ്റ്റ്, accept responsibility. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ടു സെൽഫ്, ടു ഫാമിലി, ടു വർക്ക്, ടു സൊസൈറ്റി. എല്ലാവരോടും ഉണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി. എനിക്ക് എന്നോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്റെ കുടുംബത്തോടുണ്ട്, എന്റെ ജോലിയോടുണ്ട്, എന്റെ സമൂഹത്തോടുണ്ട്. നമുക്ക് റെസ്പോൺസിബിലിറ്റി. പ്രാക്ടീസ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് എപ്പോഴും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. സെറ്റ് ഗോൾസ്. ലക്ഷ്യം വേണം, ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, അല്ലേ? സലാസങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ പിടിച്ചെടുക്കുന്ന ഒരു കാലമുണ്ട്. സ്വഹാബികളോട് സലാസങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ പേർഷ്യ, റോം സാമ്രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു കാലം വരാനുണ്ട്. നമ്മൾ പിടിച്ചെടുക്കും. ഗോളുണ്ട്, ഡ്രീമുണ്ട്. ഡെവലപ്പ് എ മൈൻഡ് സെറ്റ് ദാറ്റ് ബ്രിങ്സ് യു ഹാപ്പിനെസ്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു മൈൻഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, വായനയാണെങ്കിൽ വായന, അപ്പൊ അത് വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് കേൾക്കാനാണ് താല്പര്യം, നിങ്ങൾ കേൾക്കുക. ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ കൂട്ടുകൂടിയ ആളുകളോട് ഇതാക്കണമെങ്കിൽ അതിനും കുറച്ച് സമയമൊക്കെ കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഡെവലപ്പ് ചെയ്യണം. നെക്സ്റ്റ്, ഹാവ് പേഷ്യൻസ്. ക്ഷമയോടുകൂടെ കാത്തിരിക്കണം. ക്ഷമ എപ്പോഴും വേണം, ക്ഷമ വേണം. ഇസ്ബിറു വസാബിറു വറാബിത്തു. നിങ്ങൾ ക്ഷമാശീലരായി മാറിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ കുറെയൊക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഒരു ഹാബിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം നമ്മുടെ പ്രോബ്ലം. ഐഡന്റിഫൈ ചെയ്യാം. അതിന് പകരമായി നമുക്ക് വെക്കേണ്ട ഒരു ഹാബിറ്റിനെ, ഒരു സ്വഭാവത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ സെൽഫ് എസ്റ്റീമിൽ ഉണ്ടാകും. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ കൂട്ടുകൂടുന്നിടത്ത്, നമ്മുടെ ഫാമിലിക്കുള്ളിൽ, നമ്മുടെ ഉമ്മത്തിനുള്ളിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാകും. അങ്ങനെ സ്ഥാനം ഉണ്ടാകുന്നവരുടെ കൂട്ടത്തിൽ
ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവരുടെ കൂട്ടത്തിലേക്ക് അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബോധവും നമ്മുടെ പോരായ്മകളും തിരിച്ചറിഞ്ഞ് അതൊക്കെ പരിഹരിച്ച് നല്ലൊരു മനുഷ്യനായി മാറാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.